കോവിൽ ത്രിവിക്രമനല്ലേ? തൃക്കുന്നത്ത് വീടല്ല? അതെ വിക്രമാണ്. നീ ആ ചെറിയുണ്ണിയല്ലേ? ആ വലിയ വീട്ടിലെ ചെറിയുണ്ണി? ഉണ്ണി മുഖത്ത് ഉണ്ണി നിന്റെ ഏട്ടനല്ല വലിയുണ്ണി? ഞാൻ അവനെ ഒരുമിച്ച് പഠിച്ചതാ. ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഓക്കെയാണ്. അല്ല, വല്യേട്ടനുമായിട്ട് എങ്ങനെയാ പരിചയോ? വല്യേട്ടനേറ്റോ നമ്മൾ വളരെ ക്ലോസ് ആയിരുന്നില്ലേ പണ്ട്? നിന്റെ ഏട്ടൻ പണ്ട് ഒരു 500 രൂപ എൻ്റെ അടുത്ത് വാങ്ങി നീന്തൽ പഠിപ്പിക്കുന്ന വലിയ കുളത്തിൽ പോയി. കുളത്തിൽ പോയ പാട് ഏട്ടനൊരു ചാട്ടാണ് കുളത്തിലേക്ക്. എന്നിട്ട് മാറി നീന്തലൊക്കെ, എന്നിട്ട് കയ്യൊക്കെ ടാറ്റൊക്കെ കാണിച്ച്. അപ്പൊ ഞാനും വിചാരിച്ചു ഏട്ടൻ വലിയ സ്കില്ലായിരിക്കും. ഞാനും ടാറ്റൊക്കെ കാണിച്ച് ഒരു പിടുത്തം തരുന്നില്ല. പിന്നെ കണ്ട മോർച്ചറിന്നാ. വല്യേട്ടനല്ലെങ്കിലും പണ്ടേ അങ്ങനെയാ, ഒന്നിനൊരു പിടി തരില്ല. ടാറ്റ പറഞ്ഞൊരു പോക്കാന്നേ. അതെ അതെ. അല്ല, ചേട്ടനിപ്പോ എന്താ പരിപാടി? എടാ നിന്റെ ചേട്ടൻ ഇപ്പൊ സ്വർഗത്തില് ബാക്കിയുള്ളവരെ കൊണ്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ടാവും. അല്ല എന്റെ ചേട്ടനല്ല, വിക്രമൻ ചേട്ടനിപ്പോ എന്താ പരിപാടി? എടാ എന്റെ കഥയൊക്കെ ഷോക്കാടാ. ഞാനിപ്പോ വർക്ക് പ്രഷർ താങ്ങാൻ പറ്റിയ ജോലിയൊക്കെ രാജിവെച്ച് ഞാനിപ്പോ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാം, ഇൻഡിപെൻഡന്റ് ആവുന്നുള്ള രീതിയിലാണ്. ഐഡിയാസ് ഒക്കെ സെറ്റാണ്, പക്ഷെ ഫണ്ടാണ് വിഷയം. ഫണ്ട്? നീ എന്താണ് അങ്ങോട്ട് നോക്കുന്നേ? അല്ല ഒന്നുമില്ല. ചേട്ടൻ 2 പേരെ കണ്ടോ? കണ്ടു. അവരും ഇതേപോലെ ബിസിനസ് ഐഡിയ ആയിട്ടൊക്കെ വന്ന് അവർക്ക് ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഫണ്ട്. ഇതായിരുന്നു അവർക്കും പ്രശ്നം. പക്ഷെ അവർക്ക് ഞാൻ നല്ലൊരു ലോണൊക്കെ ശരിയാക്കി കൊടുത്ത് ഇപ്പൊ ബിസിനസ് ഒക്കെ ചെയ്ത് സെറ്റിൽഡാ. ലോണ് അതൊരു ലയബിലിറ്റി അല്ലടാ, നമ്മൾ തിരിച്ചടയ്ക്കേണ്ടൊക്കെ വരൂല. ഈ ലോൺ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഒക്കെ തന്നെയാ. പക്ഷെ നമ്മൾ ലോൺ എടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ബിൽഡിംഗ് വാങ്ങാം, ഫർണിച്ചർ വാങ്ങാം, വെഹിക്കിൾ വാങ്ങാം. അപ്പൊ ലോൺ ഒരു ലയബിലിറ്റി ആണ്, പക്ഷെ നമുക്കത് അതൊരു സെയിം ടൈം ഒരു അസറ്റും കൂടിയാണ്. നമുക്ക് അതിനെ പറ്റി ഒന്ന് ആലോചിക്കല്ലേ? തീർച്ചയായിട്ടും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇന്ന് തന്നെ ഡോക്യുമെന്റ്സ് ആയിട്ട് ബാങ്കിലേക്ക് വാ, ഞാനെല്ലാം സെറ്റാക്കി തരാന്നേ. നീയാടാ ശരിക്കും വലിയുണ്ണി. ചേട്ടൻ വിക്രമല്ല, ത്രിവിക്രമനാ. വിക്രമ ചേട്ടാ, എന്തായി ഡോക്യുമെന്റ്സ് ഒക്കെ എന്തായി? ആടാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം. നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ശരിയാണ്. നോക്കിയാ എടാ പിന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടടാ. ഇതൊക്കെ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നൊരു നല്ലൊരു പേടിയുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കാതെ എന്തായാലും നിങ്ങൾ ലോൺ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ഫണ്ട് വരും. ആ ഫണ്ട് ഉപയോഗിച്ച് കുറച്ച് അസറ്റൊക്കെ എന്തായാലും വാങ്ങിക്കൂടെ? ആ അസറ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ എന്താവും? പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് ലോൺ അടയ്ക്കുക. ഇതൊക്കെ വളരെ സിമ്പിളല്ലേ? പറ്റിയേക്കൂലേ? ക്യാഷ് ഞാൻ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരാം. ഒരൊറ്റ ഒപ്പിൻ്റെ കാര്യമുള്ളൂ. ഞാൻ മാനേജർ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വരാം കേട്ടോ. ഒരു മിന്നൽ സ്വപ്നം പോലെ പുതുപുത്തൻ നോട്ടിന്മേലെ വെയിൽ കായും പെങ്കും പോലെ ഇത് പൈസ പൈസ ഈ പൈസ ഓക്കേതാ ഈ പൈസ ഓക്കേതാ ഈ പൈസ ഓക്കേതാ ഈ പൈസ ഓക്കേ 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 ഓക്കേതാ ഈ പൈസ ഓക്കേതാ. ഹലോ മുതലാളി, പറയടാ. നോട്ട് നിരോധിച്ചു. അതെന്തായാലും നമ്മുടെ ബിസിനസിനെ ബാധിക്കും. നമ്മൾ തകർന്നടിയാൻ പോകും മുതലാളി. വിക്രമേട്ടാ, ഒരു ഗ്രാഫ് കൂടുമ്പോൾ ഒരു ഗ്രാഫ് കുറഞ്ഞു. നോട്ട് നിരോധിച്ച് ഈ ബിസിനസ് മുഴുവൻ പൊട്ടും. ഇയാളത് എന്തൊക്കെയാ പറയുന്നത്? നീ ഏതാ? ഞാൻ കൊച്ചുണ്ണി. ഏത് കൊച്ചുണ്ണി? ഉണ്ണിമുകുന്ദൻ. ഏത് ഉണ്ണിമുകുന്ദൻ? അല്ല, നമ്മൾ നേരത്തെ രാവിലെ കണ്ട ലോണിന്റെ കാര്യം, അസറ്റ് വാങ്ങുന്നത്. എനിക്ക് ലോണൊന്നും വേണ്ട. എന്ത് ലോണ്? എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഇങ്ങനെ ഒറ്റ ഒപ്പിന്റെ കാര്യമുള്ളൂ. എനിക്കൊപ്പില്ല. എന്റെ ബിസിനസ് പൊട്ടും. വരാതെ അറിയാമോ നിനക്ക്? നിനക്കറിയാം, ഒരു ഗ്രാഫ് കൂടുമ്പോൾ ഒരു ഗ്രാഫ് കുറയും. എന്റെ ബിസിനസ് പൊട്ടി. നോട്ടൊക്കെ നിരോധിക്കും. ഒരു ഗ്രാഫ് കൂടുമ്പോഴേ ഒരു ഗ്രാഫ് കുറയും. ഒരു ഗ്രാഫ് നോട്ട് നിരോധിക്കും. ഒരു ഗ്രാഫ് കുറയും. ഒരു ഗ്രാഫ് കൂടുമ്പോൾ ഒരു ഗ്രാഫ് കുറഞ്ഞു. ബിസിനസ് പൊട്ടി.